ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന അലീനയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി വെച്ചിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശിവശങ്കര മേനോനെയാണ്. അപ്പൊ കൈതക്കൽ തറവാട്ടിലേക്ക്, അതായത് കൈതക്കിലേക്ക് ശിവശങ്കര മേനോൻ കയറി ചെല്ലുകയാണ്. അപ്പൊ നമ്മുടെ കമല എവിടെയുണ്ട്? അപ്പൊ കമല ചോദിച്ചു, അല്ല എന്തിയെ രാജീവിനെ കണ്ടില്ലല്ലോ എന്ന്. അപ്പം പറഞ്ഞു, അവന്റെ പെണ്ണുമുള്ള വീട്ടിലേക്ക് പോയതാ, വൈകുന്നേരം തിരിച്ചു വരും. അല്ല MLA കാണാൻ പോയിട്ട് എന്തായി? എന്താകാനാ, കണ്ടു, സംസാരിച്ചു. അല്ല MLA എന്താ പറഞ്ഞത്? അതെ കമലെ, ഞാൻ വീട്ടിനകത്തേക്ക് ഒന്ന് കേറിക്കോട്ടെ, നീ എനിക്കൊന്ന് സമാധാനം താന്ന് പറഞ്ഞു. ഈ ഒരു സമയത്ത് നമ്മുടെ ശിവൻ വീടിനകത്തേക്ക് കയറിപ്പോയി. പുറകെ കമലയും പോയി കേട്ടോ. പുറകെ കമല ഇങ്ങനെ നടക്കുകയാണ്. ശിവന്റെ വായിൽ നിന്ന് എന്താ MLA പറഞ്ഞതെന്ന് അറിയില്ലല്ലോ, അത് കേൾക്കാൻ വേണ്ടി. അങ്ങനെ നമ്മുടെ ശിവൻ അവിടെ സെറ്റിൽ പോയിരുന്നപ്പോഴത്തേക്കും നമ്മുടെ കമലയും സെറ്റിൽ പോയിരുന്നിട്ട് ശിവേട്ടാന്ന് വിളിച്ചത്, നീ കുറച്ച് വെള്ളം എടുക്കാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം എടുക്കാൻ വേണ്ടി പോവുക. അപ്പൊ കമലയ്ക്ക് എങ്ങനെയെങ്കിലും അറിയണം MLA പറഞ്ഞത് എന്താണെന്ന്. പക്ഷേ MLA പറഞ്ഞ കാര്യം കേട്ടാൽ നമ്മുടെ ശിവൻ ഞെട്ടും. അപ്പോഴത്തേക്കും മനു വന്നിട്ട് ചോദിച്ചു, അല്ല അച്ഛൻ പോയ കാര്യങ്ങളൊക്കെ നടക്കുവോ? അത് പിന്നെ ജാമ്യ കാര്യത്തില് MLAക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ കേസ് കോടതിയിൽ എങ്ങനെയാവും നോക്കട്ടെ എന്ന്. എന്റെ പൊന്നച്ഛാ, ദേ ജാമ്യം കിട്ടുമെന്ന് എനിക്ക് തോന്നില്ല. ഇത് പോസ്കോ കേസാ. ആ പെണ്ണിന് 18 വയസ്സ് തികഞ്ഞല്ലോ. ബർത്ത് സർട്ടിഫിക്കറ്റില് കറക്റ്റാ. സ്കൂൾ സർട്ടിഫിക്കറ്റിലെ പ്രായം എല്ലാവരും കറക്റ്റ് ആയിട്ട് കൊടുക്കാറൊന്നുമില്ലല്ലോ. ബർത്ത് സർട്ടിഫിക്കറ്റ് കറക്റ്റാ, 18 തികഞ്ഞിട്ടുണ്ട്. ഹരിക്ക് എതിരെയുള്ള ആ ഒരു ഇതിൽ പരാതിയിൽ പറയുന്നത് ഹരി അവളെ മുമ്പും ഉപയോഗിച്ചിട്ടുണ്ടെന്നാ, അതായത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ്. എന്നാ പിന്നെ ജാമ്യം കിട്ടുന്ന കാര്യം വലിയ പാടല്ലേ? ദേ ഇപ്പം അതൊന്നും നടക്കത്തില്ല. ദേ അതിജീവിതയെ സ്വാധീനിക്കാൻ ശ്രമം, ചാക്ക് നിറയെ നോട്ടുകെട്ടുമായി രഹസ്യമായിട്ട് അണിയറ ചെന്നു എന്നൊക്കെ. ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല മനു. അങ്ങനെ തന്നെ MLAയും പറഞ്ഞത്. ഒരു നിവർത്തിയുമില്ല. അവൻ മിക്കവാറും ജയിലിൽ തന്നെ കിടക്കേണ്ട വരും. നമ്മുടെ കൊച്ചിനെ പുറത്തിറക്കാൻ പറ്റില്ല. അപ്പോഴത്തേക്കാണ് നമ്മുടെ കമല വന്നിട്ട് ചോദിച്ചത്, അല്ല രാജീവ് എന്തിനാ വൈഫിന്റെ വീട്ടിലേക്ക് പോയത്? ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ രാഷ്ട്രീയക്കാരുടെ പുറകെ നടന്ന് മടുത്തു. അല്ല കുറച്ചും കൂടെ വലിയ ഓഫീസർമാരെ കാണത്തില്ലായിരുന്നു? SP, DIG ഒക്കെ ഉണ്ടല്ലോ. ഇപ്പം ആരും ഒരു സഹായം ചെയ്യത്തില്ല കമലെ. ഈ ബഹളമൊക്കെ ഒന്ന് ഒതുങ്ങണം, എങ്കിലേ എന്തെങ്കിലും നടക്കത്തുള്ളൂ. എന്റെ പൊന്നു ശിവയുടെ ചെറുക്കനെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം. സ്വന്തക്കാരോട് കൂറും സ്നേഹവും ഒക്കെ അവന് മാത്രമേ ഉള്ളൂ. സ്വന്തക്കാരോട് സ്നേഹം കൂടി കൂടി ഇപ്പൊ സ്വന്തക്കാർക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഗതിയാക്കിയില്ലേ ഈ പറയുന്ന സ്നേഹമുള്ള മോന്. മനുവാട്ട പറഞ്ഞത്. ഇത് കേട്ടതും നമ്മുടെ കമല പറഞ്ഞു, അത് പിന്നെ ഒരബദ്ധമൊക്കെ ആർക്കെങ്കിലും പറ്റും. ആ പെണ്ണ് എന്തിനാ അവൻ വിളിച്ചപ്പോ കൂടെ പോയത്? മാത്രല്ല നല്ല കുടുംബത്തിൽ ജനിച്ച പെണ്ണുങ്ങളൊന്നും പോകത്തില്ല. അയ്യോ ഒരബദ്ധോ. അലീനെ മയക്കുമരുന്ന് കുടിപ്പിച്ച് റേപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതും, പിന്നെ മുക്കുപണ്ട ഒളിപ്പിച്ച് അവന്റെ ബാഗിൽ വെച്ചിട്ട് രാത്രി പിന്നെന്താ എന്തോ ഗിഫ്റ്റ് കൊടുത്താണെന്നൊക്കെ പറയാൻ ശ്രമിച്ചതും ഒക്കെ എന്തുവാ. പിന്നെ ബബിതയുടെ ഫോൺ ഇവിടെ വെച്ച് അവനെ ഇടിച്ചു പൊട്ടിച്ചില്ലേ? ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അവനെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് അമ്മയുടെ കണ്ണില് അത് വലിയ അബദ്ധം. സ്വന്തക്കാരുടെ കൂറും നന്ദിയും ഉള്ളത്. ഈയോ ക്ലീൻ സർട്ടിഫിക്കറ്റ് അമ്മയുടെ വക. ഇങ്ങനെയാണോ അമ്മയുടെ വീട്ടിലെ തറവാട്ടിലെ എല്ലാവരും? നീ എന്തിനാ എന്റെ വീട്ടുകാരെ പറയുന്നത്? അവരെന്താ പഴിച്ചത്? അല്ല ഏതായാലും അച്ഛന്റെ ഇത് കിട്ടിയതല്ല ഹരിക്ക് ഈ സ്വഭാവം. രാമപുരത്തുനിന്ന് വന്നത് തന്നെ ഈ സ്വഭാവം. അപ്പൊ എന്റെ സ്വഭാവമാണെന്നാണോ പറയുന്നത്? അങ്ങനെ ഞാൻ പറയുന്നൊന്നുമില്ല. അവന്റെ ജീൻ ആ തറവാട്ടിൽ നിന്ന് വന്നതാ. ചിലപ്പോ അമ്മാവന്റെ ആകാം, അവിടുത്തെ മുത്തശ്ശന്റെ ആകാം, ചിലപ്പോ വേറെ ഏതെങ്കിലും കാരണവരുടെ ആകാം. ഏതെങ്കിലും കൈതക്കിയൽ മാളിക വീട്ടിൽ ഈ സ്വഭാവമുള്ള ആരുമില്ല. പിന്നെ ഇവിടെ ഉള്ളവരെല്ലാവരും വലിയ. ഇത് കേട്ടത് നമ്മുടെ ശിവൻ പറഞ്ഞു, ഒന്ന് നിർത്തുന്നുണ്ടോ? ഇതാണോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം? എന്റെ പൊന്നു കവലെ, നീ ഒന്ന് മിണ്ടാതിരിക്കുക. അതെ മനു, ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടു. എന്താച്ചാ പറ. അത് അലീന ഉണ്ടല്ലോ, അവളെ ഇന്ന് കണ്ണാടിപ്പറമ്പ് കോളനിയിൽ വെച്ച് നാട്ടുകാർ തീ വെച്ച് കൊല്ലേണ്ടതായിരുന്നു. അതെന്താച്ചാ അങ്ങനെ? അവിടെ എന്താ അങ്ങനെ ഒരു പ്രശ്നം? അലീന എന്തിനാ അങ്ങോട്ടേക്ക് പോയത്? ശരണ്യെ കാണാനാണെന്നൊക്കെയാ പറയുന്നത്. എന്തിനാണെന്ന് അറിയില്ല. എന്റെ സംശയം മിക്കവാറും അവളെ ബാലചന്ദ്രൻ പറഞ്ഞയച്ചതായിരിക്കും. അത് ശരിയായിരിക്കുന്നു കമല. അപ്പൊ നമ്മുടെ മനു ചോദിച്ചു, അതെന്തിനാ അവളെ പറഞ്ഞയക്കേണ്ടത്? ശരണ്യനെ കണ്ട് റെക്കമെൻഡ് ചെയ്യാൻ, കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും രോഹിത്തിനെ ഊരിയെടുക്കാനായിട്ട്. അലീന അങ്ങനെ ഒരിക്കലും ചെയ്യത്തില്ലച്ചാ. ബാലേന്ദ്രങ്ങൾ കൂട്ട് നിൽക്കത്തുമില്ല, എനിക്കറിയാം. എന്നതാണെങ്കിലും അവള് കോളനിയിൽ പോയി ബാലേന്ദ്രന്റെ വീട്ടിലെ പെണ്ണ അവളെന്ന് നാട്ടുകാർ തിരിച്ചറിയുകയും ചെയ്തു. തല വഴി മണ്ണെണ്ണ ഒഴിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തു. അവര് തിളച്ചു നിൽക്കുകയല്ലേ. അലീനയെ ശരിക്ക് കൈകാര്യം ചെയ്തെന്നാ കേട്ടത്.
ആകെപ്പാടെ നാണക്കേട് കേസായി. പിന്നെ ദേഹത്ത് മുഴുവൻ മണ്ണെണ്ണ ഒഴിച്ച് കുളിപ്പിച്ച് ജീവനോടെ കത്തിക്കാൻ വേണ്ടി തീപ്പെട്ടി ഉരച്ചപ്പോ കത്തിയില്ല. ഏതോ ഒരാള് ദൈവദൂതനെ പോലെ വന്നു രക്ഷപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. അല്ല, ഈ പറഞ്ഞൊക്കെ ശരിയാണോ? നിനക്ക് സംശയം ഉണ്ടെങ്കില് അലീനയുടെ നമ്പർ ഉണ്ടല്ലോ, നീ വിളിച്ച് ചോദിച്ചു നോക്ക്, അപ്പൊ അറിയാം സത്യാവസ്ഥ. നീ വിളിക്ക്, ചോദിക്ക് എന്നൊക്കെ പറയാ. ഇത് കേട്ടത് നമ്മുടെ കമല പറഞ്ഞു, എന്നിട്ട് അവൾക്ക് എന്നാ പറ്റി? എന്നിട്ട് അവള് ജീവനോടെ തിരിച്ചു വന്നോ? ജീവനോടെ ഉണ്ടോ? തിരിച്ച് കടപ്പാട്ടൂര് എത്തിയിട്ടുണ്ട്. വേറൊന്നും എനിക്ക് വിശദമായിട്ട് അറിഞ്ഞുകൂടാ, ഇത്രയും മാത്രമേ ഞാൻ അറിഞ്ഞിട്ടുള്ളൂ. അവൾ എന്തിനാ ആ പെണ്ണിന്റെ വീട്ടിലേക്ക് പോയത്? അവൾക്ക് എന്തിന്റെ സൂക്കേടാ? അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ പോലും കമല. എന്തിനു പോയി, ഏതിനു പോയി എന്നൊക്കെ ദൈവം തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. എന്തെങ്കിലും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടായിരിക്കും അവള് പോയത്, വെറുതെ അവള് പോകത്തില്ലെന്ന് എനിക്കറിയാം. അല്ല, നിങ്ങൾക്ക് ബാലചന്ദ്രനെ വിളിച്ചത് ചോദിക്കാൻ മേലായിരുന്നോ? എന്തിന് ബാലചന്ദ്രനെ വിളിച്ച് ചോദിക്കണം? അവൾ എന്തിനാ പോയതെന്ന് അറിയാലോ. അല്ല, പോയതറിഞ്ഞിട്ട് ഇപ്പൊ എന്താ? എന്തിനാ കാര്യം? എന്ത് കാര്യം? ഇതിപ്പോ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? ശിവേട്ട, എല്ലാവരും എന്റെ മെക്കിട്ട് കയറിക്കോ എന്നും പറഞ്ഞുകൊണ്ട് തുള്ളി കലിച്ചുകൊണ്ട് നമ്മുടെ കമല അങ്ങ് പോയി കേട്ടോ. ഈ സമയത്ത് മനു അങ്ങ് പോയി. അലീനനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സത്യമാണെന്ന് അറിയണ്ട. അപ്പൊ മനു അങ്ങ് പോയി. എന്നാലും ശിവശങ്കരമേനോൻ ഇങ്ങനെ ആലോചിച്ച് പിറക്കിയൊക്കെ നിൽക്കാണ്. എന്ത് ചെയ്യും, എന്ത് ചെയ്യണം എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥ. എന്നാലും ഈ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് അലീന പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അലീനയുടെ ഫോൺ റിങ് അടിക്കുകയാണ്. ഫോണിൽ റിങ് വരികയാണ്. ഇപ്പൊ ചെന്നെടുത്തപ്പോ വേറെ ആരുമല്ല, മനുവേട്ടൻ. ഓഹോ, മനുവേട്ടനോ ഇപ്പൊ എല്ലാം അറിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് വരച്ച് ഇങ്ങനെ ഫോൺ എടുക്കാണ് കേട്ടോ. അപ്പൊ ഫോൺ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മനു ചോദിച്ചു, എന്തൊക്കെയാ അലീന അവിടെ സംഭവിക്കുന്നത്? അത് പിന്നെ ഇവിടെ പ്രത്യേകിച്ച് സംഭവം ഒന്നും ഉണ്ടായില്ല മനുവേട്ടാ. നീ ആ റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടീനെ കാണാൻ വേണ്ടി അവളുടെ വീട്ടിൽ പോയിരുന്നോ? അത് പിന്നെ പോയി കണ്ടു, തിരിച്ചു പോന്നു. അവിടെ പോയിട്ട് ഒന്നും സംഭവിച്ചില്ല അല്ലേ? നീ ഇതിനെ നുണ പറയുന്നത്? അത് പിന്നെ ബാലചന്ദ്രന്റെ വീട്ടിൽ നിന്ന് വന്നതാണെന്നും പറഞ്ഞു കുറെ പേരെന്നെ വളഞ്ഞു. നിന്നെ ഇട്ട് അവിടെ അടിക്കുകയും മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിക്കുകയും ചെയ്തോ? അതാ എനിക്ക് അറിയേണ്ടത്. അത് പിന്നെ അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടല്ലേ മനുവേട്ട അങ്ങനെയൊക്കെ ചെയ്തത്. അല്ലാതെ എന്നെ ആദ്യം കാണുന്നവർക്ക് എന്തിനാ എന്നോട് വിരോധം? ഓ, സംഭവിച്ചൊക്കെ നിസ്സാരാണെന്നാണോ നിന്റെ വിചാരം? അല്ലിനെ നീ എന്ത് വർത്താനം ഈ പറയുന്നത്? അത് പിന്നെ മനുവേട്ട സംഭവിച്ചു പോയി, ഇനിയിപ്പോ അത് തിരുത്താനൊന്നും പറ്റത്തില്ലല്ലോ. ഞാനും അത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല മനുവേട്ട. അങ്ങനെയൊന്നും ഞാൻ ഓർത്തില്ല. അല്ല, അവര് നിന്നെ വല്ലാതെ ഉപദ്രവിച്ചോ? അത് പിന്നെ കുറെ തല്ലൊക്കെ കിട്ടി. എന്നെ പരിചയമുള്ളൊരു ഓട്ടോക്കാരൻ അവിടെ ഉണ്ടായിരുന്നു. ആ ചേട്ടനാ എന്നെ രക്ഷിച്ചത്. ഓടി വന്ന് എന്നെ രക്ഷപ്പെടുത്തുക ചെയ്തത്. ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പം അവര് തീ കൊളുത്തിയേനെ. ഇതെന്തുകൊണ്ടാ നീ എന്നെ വിളിച്ച് പറയാതെ ഇരുന്നത്? അത് പിന്നെ ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് കുറച്ചു നേരെ ആയിട്ടുള്ളൂ. അച്ഛനോടും കൃഷ്ണമോളോടും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പതുക്കെ വിളിക്കാന്നാ ഓർത്തത്. അല്ല, ആരോട് ചോദിച്ചിട്ടാ നീ വീട്ടിലേക്ക് പോയത്? അത് പിന്നെ അച്ഛനോട് ചോദിച്ചായിരുന്നു. അല്ല, അച്ഛൻ പറഞ്ഞു പൊക്കോളാന്, അങ്കിൾ പറഞ്ഞു പൊക്കോളാന്. അത് പിന്നെ പോകണ്ടെന്ന് അച്ഛൻ പറഞ്ഞില്ല. എന്നാലും എന്റെ പൊന്നലീന, എന്നോടൊരു വാക്ക് നിനക്ക് പറയത്തില്ലായിരുന്നോ? ആൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നേനെ. അത് പിന്നെ എല്ലാവരുടെയും സമ്മതം മേടിച്ചിട്ട് പോകാൻ പറ്റൂല്ലല്ലോ. പിന്നെ നിങ്ങളൊക്കെ ഇത് കേട്ട് കഴിഞ്ഞാലേ കണ്ടു കഴിഞ്ഞാലേ ശത്രുവിന്റെ വീട്ടിൽ പോയതാണെന്നല്ലേ ഓർക്കത്തുള്ളൂ. ആ വീട്ടുകാർ നിന്നോട് മോശമായാണോ പെരുമാറിയത്? അവർക്ക് എന്നെ സംശയം ഉണ്ടായിരുന്നു, ഞാൻ കുഴപ്പക്കാരിയല്ല എന്ന് മനസ്സിലായി. ഞാൻ ശരണ്യനെ കണ്ട് സംസാരിച്ചിട്ടാ പോകുന്നത്. എന്നിട്ട് ശരണ്യ എന്ത് പറഞ്ഞു? ഞാന് ഒന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. മനസ്സ് തകർന്ന് കിടക്കല്ലായിരുന്നു. ഒന്നും സംസാരിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ജീവിക്കാൻ ആഗ്രഹമില്ലാതെ, ആകെപ്പാടെ ഈ ജീവിച്ചിരിക്കുന്ന ശവമില്ലേ അതുപോലെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഞാൻ കെട്ടിപ്പിടിച്ചപ്പം എന്റെ തോളത്ത് മുഖം വെച്ച് കുറേ നേരം ആ പെങ്കൊച്ച് കരഞ്ഞു. അല്ല, ഇതുകൊണ്ട് നമുക്ക് വല്ല പ്രയോജനം ഉണ്ടോ അലീന? നിനക്ക് വലിയ പ്രയോജനം ഉണ്ടോ? എനിക്ക് പ്രയോജനമുണ്ട്, നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടോ എന്നറിയില്ല. മനസ്സ് തകർന്നു പോയൊരു പെൺകുട്ടിയെ പിടിച്ച് എണീപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പ്രാപ്തിയാക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ? അപ്പം അതോർത്തിട്ട് എനിക്ക് മനസ്സമാധാനമുണ്ട്. അവള് ജീവിച്ചിരിക്കട്ടെ, കഴിഞ്ഞതൊക്കെ മറന്ന് അവള് മുന്നോട്ടേക്ക് പോട്ടെ, മുന്നോട്ടേക്ക് അവള് പോകണം. എങ്കിലേ എനിക്കൊരു സമാധാനം ഉണ്ടാവത്തുള്ളൂ. എങ്കിലും കുറച്ച് കടന്നു പോയി അലീന ഇത്. അത് പിന്നെ സോറി മനുവേട്ട, അറിഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ പറയാതിരുന്നത് ഞാന്. വേറെ ആരും വെറുതെ എന്തിനാ കഷ്ടപ്പെടുത്തേണ്ടത്? അതിന്റെ ആവശ്യമില്ലല്ലോ. അത് പിന്നെ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അലീന? ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക്. ഇവിടെ പച്ചയ്ക്ക് ഞാൻ നിപ്പുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്, സംസാരിക്കുന്നുണ്ട്. പിന്നെ എന്താ കുഴപ്പം? എന്നാ പിന്നെ നാളെ ഞാൻ അങ്ങോട്ടേക്ക് വരാം, അപ്പൊ നേരിട്ട് സംസാരിക്കാം. എന്നാ പിന്നെ ഞാൻ വെക്കാന്ന് പറഞ്ഞുകൊണ്ട് മനു ഫോൺ കട്ട് ചെയ്തു കേട്ടോ. മനുവൊക്കെ പേടിച്ച് വരച്ച് പോയി. കാരണം വേറൊന്നും അല്ല, മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഇവര് ഉത്തരവാദിത്തം പറയണ്ടേ? ഈ സമയത്ത് നമ്മുടെ അലീന ഫോണൊക്കെ കട്ട് ചെയ്തിട്ട്
അവിടെ എന്തോ ചായയോ എന്തോ കാപ്പിയോ കഞ്ഞിയോ ഒക്കെ ഉണ്ടാക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി കുട്ടീനെ അലീന വിളിക്കുകയാണ് കേട്ടോ. രേവതി പഠിച്ചോണ്ടൊക്കെ ഇരിക്കായിരുന്നു. അങ്ങനെ അലീന വിളിച്ചു. അപ്പൊ ഫോൺ എടുത്തിട്ട്, അലീന ചേച്ചി, അത് പിന്നെ നീ എവിടെയാ? റൂമിലാണോ, ഹോളിലാണോ, കിച്ചണിലാണോ? അത് പിന്നെ ഞാൻ റൂമിലാ അലീന ചേച്ചി. അതെ മോളെ, നിനക്ക് സുഖല്ലേ? ആ, എനിക്ക് സുഖമാ. അല്ല, അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്തായി ചേച്ചി? കേസിന്റെ കാര്യമൊക്കെ? ആ, രോഹിത്തിന്റെ കാര്യത്തില് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വിഷമിച്ച് നടക്കുക അച്ഛന്. എന്തായാലും മകനല്ലേ, ആ ഒരു സങ്കടം കാണുമല്ലോ. അച്ഛനും ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. ചേച്ചിക്കും ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ, ചേച്ചിയുടെ കുഞ്ഞാങ്ങളെയല്ലേ. അത് പിന്നെ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കപ്പെടണം മോളെ, ശിക്ഷിക്കപ്പെടണം. രോഹിത്തിന്റെ കാര്യത്തില് എന്റെ നിലപാട് അത് തന്നെയാ. എനിക്ക് ഒട്ടും അനുകമ്പയൊന്നും തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല്, ഞാൻ അത്രയ്ക്കും അവനെ വിലക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഹരിയായിട്ട് കൂട്ടുകെട്ട് ഉപേക്ഷിക്കണമെന്ന്. അവൻ ചെയ്തോ? ഇല്ലല്ലോ. പലതവണ ഞാൻ മുന്നറിയിപ്പ് സഹിതം അവന് കൊടുത്തതാ. മനസ്സിലാകാഞ്ഞിട്ടല്ല, എന്നോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടിയാ അവൻ അങ്ങനെയൊക്കെ ചെയ്തത്. അല്ല മാഡം എന്ത് പറയുന്നു? ഹോസ്പിറ്റലിൽ തന്നെയല്ലേ ഉള്ളത്? മേഡത്തിന് ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഞാൻ കാരണം രോഹിത് വഴിതെറ്റിപ്പോയതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. ഇപ്പോഴും അതിന് കുഴപ്പമൊന്നുമില്ലല്ലേ? അല്ല ചേച്ചി എന്ത് ചെയ്തിട്ടാ രോഹിതേട്ടൻ വഴി പഴിച്ചു പോയത്? അതിപ്പോ ആരുടെയും തലയിലേക്ക് വെക്കണ്ടേ മോളെ, അതിനു വേണ്ടിയായിരിക്കും. ഏതായാലും മേഡത്തിന്റെ അഹങ്കാരം കുറഞ്ഞു കാണുമല്ലോ. കിരീടം തല വെച്ചോണ്ടല്ലേ നടന്നത്. ഞാന് ഇതിനിടയ്ക്ക് ഒരു മണ്ടത്തരം കാണിച്ചു മോളെ. എന്ത് മണ്ടത്തരം? എന്നതാ ചേച്ചി കാണിച്ചത്? അത് പിന്നെ ഞാന് ശരണ്യയുടെ വീട്ടിൽ പോയി അവളെ കണ്ടെന്ന് ആശ്വസിപ്പിക്കാന്. കൊള്ളാം. അതൊക്കെ കുറെ കഴിഞ്ഞിട്ട് ചെയ്താ പോരായിരുന്നോ? അതിപ്പൊ തന്നെ ചെയ്യണമായിരുന്നോ? അങ്ങനെ ഒരു വീണ്ടും വിചാരം ഒന്നും തോന്നിയിരുന്നേ. ഞാൻ നേരെ അങ്ങ് പോയി. കടന്നൽ കൂട്ടിലേക്ക് ചെന്ന പോലെയായി പോയി. അതൊരു കോളനി അല്ലായിരുന്നോ? എല്ലാവരും കൂടി എന്നെ എടുത്ത് പഞ്ഞി കിട്ടോ. എന്താ ചേച്ചി, എന്നിട്ട് ചേച്ചിനെ തല്ലിയോ? പോതിരെ കിട്ടി, പോതിരെ. ശരണ്യയുടെ ബ്രദർ ഒരു കന്നാസ് മണ്ണെണ്ണ എടുത്ത് എന്റെ തലവഴി ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചു. ജീവനോടെ കത്തിക്കാനായിരുന്നു പ്ലാന്. പക്ഷെ നടന്നില്ല. എന്റെ ചേച്ചി, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ചേച്ചി പിന്നെ കത്തിയൊന്നും പോയില്ലെന്ന് എനിക്ക് മനസ്സിലായി. കത്തിപ്പോയായിരുന്നെങ്കിൽ ചേച്ചി ഇപ്പൊ എന്നെ വിളിക്കത്തില്ലായിരുന്നല്ലോ. എന്ത് പൊട്ടത്തരവാ കാണിച്ചത് ചേച്ചി. നല്ല കാര്യം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പോകാന്. ആരെങ്കിലും ക്ഷണിച്ചായിരുന്നു ചേച്ചി അങ്ങോട്ടേക്ക്? അത് പിന്നെ കത്തിച്ചെങ്കിൽ എന്ത് ചെയ്തേനെ എന്റെ ചേച്ചി? കുറച്ചൊന്നും അതിനോ അഹങ്കാരം തലക്ക് പിടിച്ച് നടക്കല്ലേ. എന്റെ മോളെ, ഞാൻ ആ കൊച്ചിനെ കണ്ടെന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോയതാ, അല്ലാതെ വേറെ ഒന്നിനും അല്ല. അല്ല, എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു? അത് എന്നെ അറിയാവുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനെ അവിടെ ഉണ്ടായിരുന്നു, ഒരു ഷാജി ചേട്ടന്. പുള്ളിക്കാരൻ ഓടി വന്ന് എല്ലാവരെയും തള്ളി മാറ്റി. എന്നിട്ട് ഒരു വിധത്തിലാ എന്നെ രക്ഷിച്ചത്. പിന്നെ ആ ഷാജി ചേട്ടൻ പറഞ്ഞു, ഞാൻ ബാലചന്ദ്ര മേനോന്റെ മകളല്ല, വേലക്കാരിയാണെന്ന് പറഞ്ഞപ്പം ആൾക്കൂട്ടമൊക്കെ മാറി. അങ്ങനെയാ രക്ഷപ്പെട്ടത്. ചേച്ചിയുടെ മഹാഭാഗ്യം എന്ന് വിചാരിച്ചാ മതി കേട്ടോ. ഇനിയെങ്കിലും അങ്ങനെയുള്ള സ്ഥലത്തൊന്നും ഒറ്റയ്ക്ക് പോകല്ലേ ചേച്ചി. ശരണ്യെ ആശ്വസിപ്പിക്കാനുള്ള കൊതി തീർന്നല്ലോ അല്ലേ? അത് പിന്നെ ഞാന് അവളെ കണ്ട് ആശ്വസിപ്പിച്ചിട്ടാ തിരിച്ചൊക്കെ പോകുന്നത്. അപ്പൊ തന്നെ പോയി കണ്ടോ? അത് ഷാജി ചേട്ടൻ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ട് പോയി കുളിക്കാൻ സൗകര്യം ചെയ്തു തന്നു. പിന്നെ ഭക്ഷണമൊക്കെ തന്നു. ഞാൻ മണ്ണെണ്ണയൊക്കെ സോപ്പിട്ട് കഴുകി കളഞ്ഞു. പിന്നെ ഷാജി ചേട്ടന്റെ പെങ്ങൾ എനിക്ക് മാറിയിടാൻ ഡ്രസ്സും തന്നു. അത് ഇട്ടോണ്ട് പോയി ഞാൻ ശരണ്യെ കണ്ടു, സംസാരിച്ചു. അല്ല, അവര് ചേച്ചിനെ വീട്ടിൽ കയറ്റിയോ? വീട്ടിൽ കയറ്റിയോന്ന് ചോദിച്ചാല് ഞാനങ്ങ് കയറി ചെന്നു. ആ കുട്ടീനെ കണ്ട് സംസാരിച്ചു. ഒത്തിരി ഒന്നും സംസാരിച്ചില്ല. പിന്നെ അത് ജീവിതം അവസാനിച്ചെന്ന മട്ടിലാ മോളെ കിടക്കണത്. അതിന്റെ കിടപ്പ് കണ്ട സങ്കടം വരും. അതിന് ഞാൻ എണീപ്പിച്ചിട്ട് ആഹാരം കഴിപ്പിച്ചിട്ടാ തിരിച്ചു പോകുന്നത്. ഭയങ്കര ധൈര്യം തന്നെ അലീന ചേച്ചി. എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല കേട്ടോ. അത് പിന്നെ ഒരു പാവം പെൺകുട്ടിയല്ലേ. അവളുടെ കിടപ്പും കരച്ചിലും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോ രേവതിക്കുട്ടി, എനിക്ക് നിന്നെയാ ഓർമ്മ വന്നത്. ഇനി അങ്ങോട്ടേക്ക് പോകണ്ടാട്ടോ. അയ്യോ, അതൊന്നും ശരിയാവില്ല. ആ പെങ്കൊച്ച് ആ വീട്ടിൽ ഇങ്ങനെ ഒരു ദുഷ്പേരുണ്ടാക്കി അടിഞ്ഞു കിടന്നിട്ടുണ്ടല്ലോ. അതിന്റെ ജീവിതം പാഴാക്കി കളയാൻ പാടില്ല. അവള് ഉയർത്തെണീക്കണം. അവള് പഠിക്കാൻ പോണം. നമ്മളെ പോലെ തന്നെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ അവള് മുന്നോട്ടേക്ക് പോണം. അതിനുള്ള ധൈര്യം അവൾക്ക് കിട്ടണമെങ്കിൽ സ്നേഹം ഉള്ള ഒരു കൈത്താങ് വേണം അവൾക്ക്. അത് എന്നെ കൊണ്ടേ ഇപ്പൊ പറ്റത്തുള്ളൂ. ചേച്ചി, എനിക്ക് പേടിയാവുക. നീ പേടിക്കൊന്നും വേണ്ട. ഇനി അവരെന്നെ ഒന്നും ചെയ്യത്തില്ലെന്ന്. എന്താ ചെയ്യാനാ? ഇനി ഒന്നും ചെയ്യത്തില്ല. അത് പിന്നെ ചേച്ചി, എനിക്ക് ഓർത്തിട്ട് പേടിയാവുക. നീ പേടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇത് ഞാൻ പറഞ്ഞില്ല എന്നുള്ള പരാതി നീ പറയാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറഞ്ഞത്. എന്നോട് പറഞ്ഞില്ലായിരുന്നെങ്കിൽ അലീന ചേച്ചി വിവരം അറിഞ്ഞാനെ. എടി മോളെ, ഞാൻ ഫോൺ വെക്കാണ് കേട്ടോ. ഇവിടെ കുറച്ച് ജോലിയും കൂടെ ബാക്കിയുണ്ടേ. ഞാൻ രാത്രി വിളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും നമ്മുടെ അലീന ഭയങ്കര പണിയാട്ടോ. കിച്ചണിൽ കിടന്നപ്പോഴത്തേക്ക് നമ്മുടെ കൃഷ്ണമോള് വന്നിട്ട് ചോദിച്ചു,
ചേച്ചി ഇങ്ങനെ എല്ലാം ജോലി ഇപ്പോഴേ തീർത്തു വെക്കുന്നത്, തിരിച്ചു വരുന്നില്ലേ ഇനി? അത് പിന്നെ ഞാൻ കുറച്ച് ലേറ്റ് ആകും, എല്ലാം ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് എടുത്ത് കഴിച്ചാൽ മതിയല്ലോ. അല്ല അപ്പൊ ചേച്ചി എവിടെ നിന്ന് കഴിക്കും? ഷാജിച്ചേട്ടന്റെ വീട്ടിൽ നിന്നോ ഫുഡ്? അത് പിന്നെ എനിക്ക് വിശന്ന് ആരേലും തരൂലോ. അല്ല ചേച്ചിയുടെ കൂടെ ഞാനും വന്നാലോ? ഏയ് വേണ്ട വേണ്ട, സംഭവത്തിന്റെ കളറേ മാറിപ്പോകും. ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, ഉച്ചത്തേക്കുള്ള ചോറും കറികളും ഉണ്ട്, രാത്രിയിലത്തെ ഫുഡ് ഞാൻ വന്നിട്ട് കുക്ക് ചെയ്തോളാം. അല്ല ശരണ്യയുടെ വീട്ടിലേക്ക് ഇനിയും പോകാനോ ചേച്ചിക്ക് ഒരു പേടിയും തോന്നുന്നില്ലേ? എനിക്കാണെങ്കിൽ പേടിയാ, കേട്ടിട്ട് തന്നെ പേടിയാവുക. അതിന് ദൈവം എന്റെ കൂടെ ഉണ്ടല്ലോ മോളെ, പിന്നെ എന്തിനാ ഞാൻ പേടിക്കുന്നത്? അല്ല എന്നാലും എങ്ങനെ പെരുമാറുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ ചേച്ചി, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. എനിക്ക് സത്യം പറഞ്ഞ പേടിയാവുക. ഇവിടുത്തെ വേലക്കാരി മാത്രമല്ലല്ലോ ചേച്ചി, ആ വിവരം അവിടെ ചെന്ന് ആരോടെങ്കിലും പറഞ്ഞാലോ? പേടിച്ചു നിന്നാ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല മോളെ. ഇപ്പൊ ആരും അതൊന്നും അറിയാൻ പോകുന്നില്ല. എല്ലാം ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാട്ടോ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റും ഊണും എല്ലാം അതാത് സമയത്ത് നീ തന്നെ അച്ഛന് വിളമ്പി കൊടുക്കണം. അച്ഛനും ബബിതയും നീയും മാത്രമല്ലേ ഉള്ളൂ ഈ വീട്ടില്. ഞാൻ കൊടുത്തോളാം ചേച്ചി, ചേച്ചി ധൈര്യമായിട്ട് ഇരിക്കുക. എന്നാ പിന്നെ ഞാൻ പോകുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അലീന ഇറങ്ങാണ്. ഈ സമയത്ത് നമ്മുടെ കൃഷ്ണമോൾ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് നിപ്പുണ്ട്. പിന്നെ കാണിക്കുന്നത് കൃഷ്ണമോള് ബബിതയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ബബിത ചോദിക്കുക, അല്ല എടി കൃഷ്ണ അവൾ എങ്ങോട്ടാ പോയത്? അത് ശരണ്യയുടെ വീട്ടിലേക്ക്. അവക്ക് നാണമില്ലേ? ഇന്നലെ അവളുടെ ഉടുതുണി വലിച്ചു കീറി മുഖത്ത് തുപ്പി മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ നോക്കിയ അവരുടെ അടുത്തേക്കാണോ പോയത്? അത് പിന്നെ ശരണ്യ ചേച്ചിനെ കാണാൻ വേണ്ടി പോയതാ. ശരണ്യ അവളുടെ ആരാ ചേച്ചി? അതൊന്നും നോക്കിയിട്ടല്ല പോകുന്നത്. അവക്ക് എന്തിന്റെ കേടാ കൃഷ്ണേ? ശരണ്യ കാരണമല്ല ഇപ്പൊ രോഹിയേട്ടൻ ജയിലിൽ കിടക്കുന്നത്, അതെങ്കിലും ഓർക്കണ്ടേ? ഓഹോ, ശരണി കാരണമാണോ രോഹിയേട്ടൻ ജയിലിൽ കിടക്കുന്നത്? എന്നാ സംശയം? അത് തന്നെയാ. നല്ല ഉഗ്രൻ കണ്ടുപിടുത്തമാണല്ലോ. ശരണ്യെ പറ്റിച്ചോണ്ട് പോയി ആൾതാമസം ഇല്ലാത്ത വീട്ടിൽ പിടിച്ചോണ്ട് പോയി ചെയ്തതൊക്കെ ശരണ്യയുടെ കുഴപ്പമാണോ? അത് പിന്നെ അവനവൻ സൂക്ഷിക്കണമായിരുന്നു. ചേച്ചി സൂക്ഷിക്കുന്നുണ്ടല്ലോ അല്ലെ? അതെന്താടി അങ്ങനെ ഒരു ചോദ്യം? മറ്റുള്ളവരെ കുറ്റം പറയുമ്പോ സ്വന്തം കാര്യം കൂടെ ബബിതേച്ചി ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അല്ല ഞാൻ എന്താ ഇപ്പൊ ചെയ്തത്? ചേച്ചി ആ മുടിത്തലേന്റെ കൂടെ എവിടെയെല്ലാം പോയിട്ടുണ്ട്. അത് ഞാൻ ഇനി പ്രത്യേകിച്ച് പറയണോ? അല്ല ഞാൻ എവിടെ പോയി? നിന്നോട് ആര് പറഞ്ഞു? ഒരിടത്തും പോയിട്ടില്ലേ? സത്യം പറ, ഒരിടത്തും പോയിട്ടില്ലേ? അത് പിന്നെ ഞങ്ങള് വെറുതെ ഔട്ടിങ്ങിന്. ഇതും അതുപോലെ ഒരു ഔട്ടിങ് തന്നെ ആയിരുന്നു. ഞാൻ അതുപോലെ ഒന്നും അല്ല ചോദിച്ചത്. അലീന ആരാ? ഇവിടെ അച്ഛന്റെ മകളാണെന്നല്ലേ പറയുന്നത്. അപ്പം രോഹിയേട്ടൻ ആരാ? അവളുടെ ആങ്ങള. സോറി, നമ്മുടെ ബാലചന്ദ്രൻ ആരാണ് എന്നാണ് നമ്മുടെ ബബിത ചോദിച്ചത്. അപ്പോഴത്തേക്കും അച്ഛനാണെന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ബബിത തിരിച്ചു ചോദിക്കുകയാണ്, അപ്പൊ പിന്നെ ഈ രോഹിത് ആരാ? രോഹിത് ആങ്ങളെയല്ലേ? അതെ. അപ്പൊ രോഹിത്തിന്റെ കൂടെയല്ലേ അവള് നിൽക്കേണ്ടത്, അല്ലാതെ ശരണ്യയുടെ കൂടെയാണോ? അല്ലല്ലോ. അപ്പൊ പിന്നെ അവളോട് എന്തിനാ അങ്ങോട്ടേക്ക് പോകാൻ പറഞ്ഞത്? അപ്പൊ പിന്നെ എന്താ ഇപ്പം ചേച്ചി പറഞ്ഞു വരുന്നത്? അതെനിക്ക് അറിയണം. ചേച്ചിയെ വാദിയും പ്രതിയും നോക്കിയിട്ടൊന്നും അല്ല ഓരോന്ന് ചെയ്യുന്നത്. ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയ ഒരു സ്ഥലത്താണ് ചേച്ചി വളർന്നതും പഠിച്ചതും ജോലി ചെയ്തതും. അത് ചേച്ചിയുടെ രക്തത്തിലുള്ളതാ. ഇപ്പൊ ചേച്ചിയുടെ ശമ്പളം മുഴുവൻ ഓരോ അനാഥാലയങ്ങൾക്ക് അരി സാധനം മേടിക്കാൻ വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുക. ആയിക്കോട്ടെ കൃഷ്ണമോളെ, വലിയ പുണ്യാളത്തെയാണല്ലോ അവള്. സ്വന്തം കുടുംബത്തിൽ ഒരാൾ ജയിലിൽ കിടക്കുമ്പം എതിർകക്ഷിയുടെ വീട്ടിൽ പോയി അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണോ ചെയ്യേണ്ടത്? ആങ്ങളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലേ ചേച്ചി കായി ചൂണ്ടി പറയും, ഇവൻ തെറ്റുകാരനാണ്, കുറ്റക്കാരനാണെന്ന്. അപ്പൊ പിന്നെ ഇവിടുത്തെ താമസം മാറ്റി പെട്ടിയും കിടപ്പും ഒക്കെ എടുത്ത് അവളുടെ വീട്ടിൽ പോയി താമസിക്കാൻ പറ. ചോറ് ഇവിടെ, കൂറവിടെ. അത് എവിടത്തെ ന്യായമാ കൃഷ്ണമോളെ? ഇവിടത്തെ ചോറ് പിന്നെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ കൊള്ളർതായ്മയ്ക്കും ചേച്ചി കൂട്ടു നിൽക്കണമെന്നാണോ ബബിതേച്ചി പറഞ്ഞു വരുന്നത്? രോഹിയേട്ടൻ ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് ഇവിടെ വന്നു, ചേച്ചി എതിർത്ത് ഓടിച്ചില്ലേ? അല്ലാതെ ചേച്ചി സപ്പോർട്ട് ചെയ്തോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാ ബബിതേച്ചി ഒരു പ്രാന്തനെ വിളിച്ച് റൂമിൽ കയറ്റി വാതിലടച്ചു. അവനെയും അലീന ചേച്ചി ഇറക്കി വിട്ടില്ലേ? ഹരിയേട്ടനും രോഹിയേട്ടനും കൂടെ അലീന ചേച്ചിക്ക് മയക്കുമരുന്ന് തൊട്ട് റേപ്പ് ചെയ്യാൻ നോക്കി. അവിടെ എന്ത് ചെയ്തു? ചേച്ചി സമ്മതിച്ചോ? ചേച്ചി സമ്മതിച്ചില്ല. ചേച്ചി സ്വന്തം ജീവൻ പോയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം വയറ്റിൽ കുത്തിക്കീറി അവരെ ഭയപ്പെടുത്തി ഓടിച്ചില്ലേ? അതാണ് അലീന ചേച്ചി. അലീന ചേച്ചിയുടെ കാര്യം പറയുമ്പോൾ നിനക്ക് 100 നാക്കാണല്ലോ. മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി പോയിട്ട് കോളരിക്കാരെല്ലാവരും കൂടെ ചേർന്ന് തല്ലി കൊന്ന് കെട്ടി തൂക്കിയിടുമായിരുന്നു അവളെ രക്ഷിക്കാൻ പോയിട്ട്. അല്ല ബബിതേച്ചി അങ്ങനെയാണോ കേട്ടത്? മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്താൻ പോയിന്ന എന്നോട് അലീന ചേച്ചി പറഞ്ഞത്. എന്തെങ്കിലും ആയിക്കോട്ടെ, അങ്ങോട്ടേക്കല്ലേ പോയേക്കുന്നത്. ഇത്തിരിയെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ പിന്നെയും പോവോ? അല്ല ബബിതേച്ചിയുടെ കണ്ണിന് കാഴ്ച കുറവാ. പിന്നെ അമ്മയുടെ കണ്ണിനും കാഴ്ച കുറവാ. പിന്നെ ഇവിടെ കാഴ്ചയുള്ളത് അച്ഛന് മാത്ര. അതുകൊണ്ട്
അച്ഛൻ എന്ത് ചെയ്യുന്നു? അലീന ചേച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇത് കേട്ട് നമ്മുടെ ബബിതയ്ക്ക് ദേഷ്യം വന്നിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഏതായാലും നമ്മുടെ അലീന പോയിട്ടുണ്ട് അങ്ങോട്ടേക്ക്, കോളനിയിലേക്ക്. ബാക്കി സംഭവങ്ങളൊക്കെ നമുക്ക് ഇന്ന് വൈകിട്ട് കേൾക്കാട്ടോ. അപ്പൊ വൈകിട്ട് നാളത്തെ പ്രമോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.